നമസ്കാരം. കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു വികാരം ഹൈക്കമാൻഡ് മാനിച്ചു. അതിനനുസരിച്ചൊരു പ്രഖ്യാപനം നടത്തി. വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കാര്യം, ഇവിടുത്തെ ജനവികാരം അത് വി ഡി സതീശന് അനുകൂലമാണ് എന്ന് ആദ്യമായി പറഞ്ഞത് മുസ്ലിം ലീഗാണ്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം ആ ഒരു നിലപാടിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. ആ നിലപാടിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ചില ഇടപെടലുകളൊക്കെ ഉണ്ടായി എന്ന വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഒരു ഇടപെടലിനും ആ നിലപാടിൽ നിന്ന് ലീഗിനെ മാറ്റിക്കാൻ ഒരു ഇടപെടലിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള PJ ജോസഫ് അദ്ദേഹം പറഞ്ഞു, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച MLA തന്നെ മുഖ്യമന്ത്രിയാകണം, പുറമെ നിന്നൊരാളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല, അത് എതിർചേരിയിലുള്ള ആളുകൾക്കാണ് ഗുണം ചെയ്യുക എന്ന് PJ ജോസഫ് പറഞ്ഞു. RSPയുടെ ഷിബു ബേബി ജോൺ ഒരുപാട് കാലം ഒരുമിച്ചാണ്, ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം, അതുകൊണ്ട് കൂടുതലായൊന്നും പറയുന്നില്ല എന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത്. എന്തായാലും ആ ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായവും ഹൈക്കമാൻഡ് മുഖവിലക്കെടുത്തു, അത് മാനിച്ചു. മുസ്ലിം ലീഗ് പറഞ്ഞ അഭിപ്രായത്തോട് കേരളത്തിലെ പൊതുജനം ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിനെ അനുകൂലിച്ചു. ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ താരങ്ങളായി നടന്നിരുന്ന ചില ആളുകൾ, ചില കോൺഗ്രസ് നേതാക്കന്മാർ, അവരൊക്കെ അവസാന നിമിഷം ഇവിടെ അവരെടുത്ത നിലപാട്, ഈ ജനവികാരത്തെ മാനിക്കാതെ അവരെടുത്ത നിലപാട്, അത് അവർക്ക് വലിയ തിരിച്ചടിയായി. അതൊന്ന് ഷാഫി പറമ്പിലിനാണ്, അതുപോലെ തന്നെ മാത്യു കുഴൽനാടനാണ്. അവർക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായി. MM ഹസനെ പോലുള്ള ഒരു സീനിയർ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലാത്ത ചില പരാമർശങ്ങൾ അദ്ദേഹം ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ടതിന് ശേഷം നടത്തി. മുസ്ലിം ലീഗൊക്കെ ആരാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ എന്നാണ് MM ഹസൻ ചോദിച്ചത്. അതിനുള്ള മറുപടിയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടി. മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനൊന്നും പോയില്ല. MM ഹസനോടൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന രീതിയിൽ അതിനെയൊക്കെ വളരെ ചെറുതായി കാണാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. മുസ്ലിം ലീഗ് അങ്ങനെയാണ് അതിനെയൊക്കെ കണ്ടത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിന് കൃത്യമായ വിലയുണ്ട്. ഹൈക്കമാൻഡ് അത് പരിശോധിച്ചു, അത് പരിഗണിച്ചു, മുസ്ലിം ലീഗിനെ കേൾക്കാൻ തയ്യാറായി എന്നുള്ളത്, മറ്റു ഘടകകക്ഷി നേതാക്കളെ കാണാൻ, കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായും ഒരു നല്ല ലക്ഷണമാണ്. വി ഡി സതീശനല്ല മുഖ്യമന്ത്രിയാകുന്നത്, KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നത് എങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. അതുപോലെ തന്നെ ഇവിടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് തീർച്ചയായും UDFന് ഗുണം ചെയ്യില്ല, അത് മറ്റെതിർ പാർട്ടികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായി. അത് ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കഴിഞ്ഞു, ഘടകകക്ഷി നേതാക്കന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അപകടം എന്ന് പറയുന്നത്, ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ചില ആളുകൾ തുടർച്ചയായി മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യരുത്, മുസ്ലിം ലീഗ് പറഞ്ഞത് കോൺഗ്രസ് കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ ഈ 2 ദിവസമായി അവർ രംഗത്തുണ്ടായിരുന്നു. അതൊന്ന് സുകുമാരൻ നായരാണ്, മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനാണ്, അതുപോലെ ശശികലയാണ്. ശശികലയെ പിന്നെ ആരും അത് മൈൻഡ് ചെയ്യാനുള്ള സാധ്യതയില്ല, എവിടെയും എടുക്കാത്ത ഒരു കാശാണ്, ആർക്കും ഗുണമില്ലാത്ത ഒരു സംഭവമാണ് ഈ ശശികല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ, ഇവരൊക്കെ മുസ്ലിം ലീഗിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുസ്ലിം ലീഗാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്, UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഭരിക്കും, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ AK ബാലനും ഇത്തരത്തിലുള്ള പണികൾ നടത്തിയിരുന്നു. അവസാന നിമിഷവും AK ബാലൻ അത്തരത്തിലുള്ള ചില വെടികളൊക്കെ പൊട്ടിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ചില ആളുകൾ ഇനി തുടർച്ചയായി ഇവിടെ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ലീഗിനെതിരെ ശക്തമായി തന്നെ അവർ രംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ UDF നേടിയിട്ടുള്ള ഈ 102 സീറ്റ് എന്ന് പറയുന്ന ഈ ഒരു മഹാവിജയം, ലീഗിന്റെ ഇടപെടൽ എത്രമാത്രം ആ ഒരു വിജയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ സാമാന്യം ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ അതറിയാം. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോൾ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ UDFന് ഉജ്ജ്വല വിജയം സമ്മാനിച്ചതിൽ മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നിന്ന്, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള 5 or 6 സ്ഥാനാർത്ഥികൾ അവർ വിജയിച്ചു വന്നത് മലപ്പുറത്ത് നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഇടപെടൽ മറ്റ് മുസ്ലിം ലീഗിന് ശേഷിയുള്ള സ്ഥലങ്ങളിൽ, തെക്കൻ ജില്ലകളിലേക്കൊക്കെ വരുമ്പോൾ മുസ്ലിം ലീഗിന് ശേഷിയുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് കൃത്യമായി അവരുടെ വോട്ടുകൾ അത് UDFന് അനുകൂലമായി വിനിയോഗിക്കാനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ സജീവമാകാനും ഒക്കെ ഇവിടെ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മുസ്ലിം ലീഗാണ് പ്രശ്നം. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ പോകുന്നു.
അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്താൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ വരും ദിവസങ്ങളിൽ ലീഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല വിധത്തിലുള്ള പരിപാടികളും അവർ ആസൂത്രണം ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇവിടെ എല്ലാത്തിനും പ്രശ്നം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിക്കൊന്നും മന്ത്രിയാകാനുള്ള അവകാശമില്ല. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെയൊക്കെ രക്തം അത് പാകിസ്ഥാന്റെ രക്തമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ശശികലയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാകും. പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ആരോപണങ്ങളൊന്നും കാര്യമായി അങ്ങനെ ഏൽക്കില്ല. എന്നാൽ ഭരണത്തിലെത്തിയാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാകും. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അത് ലീഗിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അതും ഇത്തരക്കാരെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും അതുപോലെ തന്നെ ശശികലയെയും അത്തരത്തിൽ വർഗീയത പറയുന്ന ആളുകളെയും ഒന്നും വി ഡി സതീശൻ ഒരു സമയത്തും അവരെയൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. കിട്ടാവുന്ന വേദികളിലൊക്കെ, കിട്ടിയ വേദികളിലൊക്കെ വി ഡി സതീശൻ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് പറഞ്ഞതിന്റെ ഭാഗമായി വി ഡി സതീശനെ ഇത്തരക്കാരൊക്കെ ഒരുമിച്ച് എതിർത്തിരുന്നു. എന്തായാലും ആ എതിർപ്പുകളൊന്നും വകവെക്കാതെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ശക്തമായ ഒരു പ്രഖ്യാപനം, വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടെ വിഷം തുപ്പിയിരുന്ന ആളുകളൊക്കെ അത് ശക്തമായി തന്നെ അവർ ആ പണി തുടരും. എന്നാൽ അത്തരത്തിൽ അവർ ആ പണി തുടരുന്നതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള സമയത്ത് ഇവിടെ യു ഡി എഫിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധ അവർ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ജനഹിതം അത് അംഗീകരിച്ചു, ജനവികാരം മാനിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തി എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം അതെന്താണെങ്കിലും അംഗീകരിക്കും എന്ന് ഇവിടെ കെ സി വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയാണ് വലുത് എന്നതാണ് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ എന്റെ നേതാവാണ് എന്ന് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും ഒക്കെയാണ്. അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ആരും യോഗ്യരല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗും പറഞ്ഞത് കെ സി വേണുഗോപാൽ യോഗ്യൻ തന്നെയാണ്. പക്ഷെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നേടിയിട്ടുള്ള ഒരു വിജയത്തിന്റെ ഒരു സൗന്ദര്യം ഇല്ലാതാക്കും എന്നുള്ളതാണ് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. അത് ശരിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്. ആ പറഞ്ഞത് ഹൈക്കമാൻഡ് അംഗീകരിച്ചു, തീരുമാനം പറഞ്ഞു, പ്രഖ്യാപനം നടത്തി. ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ ചെറിയ സമയത്തുണ്ടാക്കിയിട്ടുള്ള, ഇവിടെ കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അതൃപ്തിയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ അത് മാനിച്ചില്ല, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായി എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമൊക്കെ മാറ്റാൻ, അത്തരത്തിലുള്ള അസംതൃപ്തിയൊക്കെ മാറ്റി ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ യു ഡി എഫിന് കഴിയണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെതിരെയൊക്കെ വരും ദിവസങ്ങളിൽ ശക്തമായി വിഷം തുപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി അത്തരക്കാരെ കരുതിയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.